ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാവരും എന്ത് പറയുന്നു? കുറച്ച് ദിവസമായി വീഡിയോസൊക്കെ ചെയ്തിട്ട് സമയം കിട്ടാറില്ലായിരുന്നു. അപ്പോൾ ഇന്ന് ഞാനൊരു സ്പെഷ്യലായിട്ടുമായിട്ട് വന്നിരിക്കുന്നത്. ഇങ്ങോട്ട് നോക്കിക്കേ, ഇതെന്താ സംഭവം? ഇത് കണ്ടോ? കണ്ടിട്ട് മനസ്സിലായവർ കമൻറ്റ് ചെയ്യൂ. ഇതാണ് നമ്മുടെ ചൊറുതനം, ആനച്ചൊറുതനം. വള്ളിച്ചൊറുതനമുണ്ട്, വള്ളിച്ചൊറുതനമല്ല, അത് കുറ്റിച്ചിങ്ങനെ ചീര പോലെ നിൽക്കുന്ന ഒരു ചെറുതനമാണ്. അതിൻ്റെ മുകൾ ഭാഗം മൂക്കാത്ത തണ്ട് അവിടുന്ന് ഞാൻ ഇങ്ങനെ മുറിച്ചെടുത്തതാണ്. അപ്പോൾ ഈ ചെറുതനം കൊണ്ട് നല്ല വിശിഷ്ടമായ ഒരു എന്താ പറയുക, പോഷക സമൃദ്ധമായ യാതൊരു വിഷാംശവും ഇല്ലാത്ത ഒരു ഐറ്റംസാണ് ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനു വേണ്ടി ഞാനിവിടെ ചെറുതനം പറിച്ച് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. ഇതിന് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ കയ്യറയൊന്നും ഇല്ലാതാണ് ഇത് പറിച്ചെടുത്തുകൊണ്ടൊക്കെ വന്നത്. ഇപ്പോൾ ചെറിയ തോതിലൊരു ചൊറിച്ചിലൊക്കെ ഉള്ളൂ, അല്ലാതെ ഭയങ്കരമായിട്ടുള്ള ചെറുതനമെന്ന് കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ചൊറിച്ചിലും കാര്യങ്ങളും അങ്ങനെയൊന്നും വിചാരിക്കണ്ട. അപ്പോൾ എനിക്ക് വലിയ ഇതൊന്നും ഫീൽ ചെയ്തില്ല. അപ്പോൾ ഇതൊന്ന് അരിഞ്ഞെടുക്കാനും വേണ്ടിയിട്ട് ഞാൻ ഒരു 2 കയ്യിലൊരു ഗ്ലാസ്സൊക്കെ ഇട്ടു. അപ്പോൾ നമുക്ക് ഒട്ടും ചൊറിയാതെ കാര്യങ്ങൾ ഇരുന്നുള്ളൂല്ലോ. അപ്പോൾ ഇത് നമ്മൾ തോരൻ വെക്കാനായിട്ടാണ് പോകുന്നത്. അപ്പം ഇത് കട്ട് ചെയ്തെടുക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ചെറുതനം ഇവിടെ ഞാൻ കണ്ട ഇച്ചിരി വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ തണ്ട് ഇതും വേണം അരിഞ്ഞെടുക്കാം, കാരണം പൊട്ട് തണ്ടാണ്. ഞാൻ ഇത്ര ഇല ഉണ്ടായതുകൊണ്ട് ഇതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞു. ബാക്കി അതിൻ്റെ ചെറിയ തണ്ടും കാര്യമൊക്കെ നമ്മൾ അരിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ മെറൂൺ കളറിൽ കിടക്കുന്നുണ്ടോ, അതിൻ്റെ ആ ചെറിയ തണ്ടും കാര്യങ്ങളൊക്കെ ഇതെല്ലാം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സാധാ തോരൻ വെക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് തന്നെ മതി. തേങ്ങ, ഇച്ചിരി വെളുത്തുള്ളി, ചെറിയ ഉള്ളി, പച്ചമുളക്, ഇതെല്ലാം കൂടി ഇട്ട് നമുക്ക് വഴറ്റി ഇതൊന്ന് തോരൻ വെക്കാം. അപ്പം ബാക്കിയുള്ള ഐറ്റംസും കൂടെ ഞാനൊന്ന് റെഡിയാക്കി എടുക്കട്ടെ കേട്ടോ. തേങ്ങ തിരുമ്മി ഇവിടെ വെച്ചിട്ടുണ്ട്. ഒരു 1.5 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. 1.5 മുറി തേങ്ങ ഇവിടെ തിരുമ്മി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് വലിയ ഉള്ളി എടുക്കുന്നില്ല, കൊച്ചുള്ളിയാണ്. ഒരു 2 പിടി, എൻ്റെ ഈ കൈക്ക് 2 പിടി കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് പച്ചമുളക്, ഇത് എരി കുറവായതുകൊണ്ട് ഞാൻ അത്രയും പച്ചമുളക് എടുത്തേക്കണം. ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കണം. എന്നിട്ട് ഈ തേങ്ങയും ഇതും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടെ നമുക്ക് ചതച്ചെടുക്കണം. നമ്മളെല്ലാ ഐറ്റംസും ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. 1.5 മുറി തേങ്ങ, ചെറിയ ഉള്ളി, പച്ചമുളക്, ചെറിയ ജീരകം, മഞ്ഞൾപ്പൊടി ഇതെല്ലാം എടുത്തിട്ടുണ്ട്. ഇതെല്ലാം മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് ഞെരടി എടുക്കണം. അപ്പോൾ ഇവിടെ ഞാൻ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്, ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി വരുമ്പോഴത്തേന് നമ്മുടെ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക. മിക്സ് ചെയ്തിട്ടുണ്ട്, കടുക് പൊട്ടിയിട്ടുണ്ട്. അതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല വടക്കി മിക്സ് ചെയ്തെടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ ഇതിൽ ആ പച്ചച്ചവയൊന്ന് മാറിക്കഴിയുമ്പോഴത്തേന് നമ്മുടെ അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറുതനം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഇതിലേക്കിട്ട് ഈ തേങ്ങയൊക്കെ ഏറെക്കുറെ ഒന്ന് പച്ചമണം മാറിയിട്ടുണ്ട്, ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറുതനം നമുക്ക് കുറച്ചായിട്ട് ഇതിലേക്കിട്ട് ഇളക്കിയെടുക്കാം. എല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇതുപോലെ തല്ലിപ്പൊത്തി വെച്ച് ഒന്ന് മൂടി വെക്കാം. ഇതിനകത്ത് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ കഴുകിയെടുത്ത ആ ഒരു ജലാംശമുണ്ട്. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ട് ആവിയിൽ വേണം ഇത് വെന്ത് കിട്ടാനായിട്ട്. എന്നിട്ട് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. അപ്പം നോക്കിക്കേ, നമ്മുടെ ചെറുതനത്തിൻ്റെ ഇല തോരൻ റെഡി ആയിട്ടുണ്ട്.
നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ കഴിച്ച് നോക്കിയിട്ട് അതിന് വെന്ത് കഴിയുമ്പോൾ ചൊറിച്ചിലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അയ്യോ ചെറുതനല്ലേ വെന്ത് കഴിയുമ്പം ചൊറിയുമല്ലോ എന്നൊന്നും ആരും ചിന്തിക്കണ്ട. നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ട്. അതിനോടൊപ്പം തന്നെ എന്താ വളരെയധികം പോഷക സമൃദ്ധമായിട്ടുള്ള ഒരു തോരനാണ്. നമ്മുടെ ശരീരത്തിന് വളരെയധികം ഗുണം ചെയ്യും. എല്ലാവരും എന്ത് ചെയ്യുക, ട്രൈ ചെയ്ത് നോക്കുക. അത്രയ്ക്ക് ചൊറിച്ചിലൊന്നുമല്ല. നമ്മൾ ആ പരുവത്തിന് അതിൻ്റെ മണ്ടം ഭാഗം മാത്രം ഒന്ന് ശ്രദ്ധിച്ച് മുറിച്ചെടുക്കണം, അത്രേ ഉള്ളൂ. എന്നിട്ട് അതിൻ്റെ അറ്റത്ത് പിടിച്ച് വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് വലിച്ച് കഴുകി വെള്ളം തോരാനായിട്ട് വെക്കുക. ഗ്ലൗസ് ഉണ്ടെങ്കിൽ ആ ഗ്ലൗസ് ഇട്ടൊന്ന് അരിഞ്ഞാൽ മതി. ഇല്ലെങ്കിലും കുഴപ്പമില്ല. കട്ടിംഗ് ബോർഡിൽ പതുക്കെ വെച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. കുനുകുന അരിയണമെന്നൊന്നുമില്ല. ഇച്ചിരി വലുപ്പത്തിൽ കട്ട് ചെയ്താൽ മതി. വെന്ത് കഴിയുമ്പോൾ ഈ പരുവത്തിലിരുന്നോളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. ഇപ്പോൾ ദേ കണ്ടല്ലോ, നല്ല സൂപ്പർ ടേസ്റ്റാണ്. നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ജോളി റെജി സൂപ്പർ വ്ളോഗ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന പ്രിയപ്പെട്ടവർ സബ്സ്ക്രൈബ് ചെയ്യും. ആ കൂട്ടത്തിൽ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുകയും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോഴേ ഞാനിടുന്ന വീഡിയോസ് അപ്പം നമുക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. നമ്മുടെ ചാനലിൻ്റെ പ്രത്യേകത അറിയാമല്ലോ, നാച്ചുറലായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള അങ്ങനത്തെ വ്യത്യസ്തമായിട്ടുള്ള ഐറ്റംസാണ് നമ്മൾ കൂടുതലും നമ്മുടെ വീഡിയോയിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് ഇതുപോലെ ഞാൻ വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും ബായ്.